ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയാക്കുന്ന എംപിമാരുടെ അനുഭവ സമ്പത്ത് വരും കാലങ്ങളിലും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്ന എംപിമാർക്ക് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഇന്നു മുതൽ ഈ മാസം 15 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഫെബ്രുവരി 27-നാണ് വോട്ടെടുപ്പ്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2014-ൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമായിരുന്നുവെന്നും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പ്രകടമായിരുന്നതായും എന്നാൽ കൃത്യമായ നയങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയും എൻഡിഎ സർക്കാർ അത് മറികടന്നതായും ധവളപത്രത്തിൽ പറയുന്നു. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് തുടക്കമായി. വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചനകൾ ഇന്ന് പുറത്തുവരുമെങ്കിലും നാളെയോടെ മാത്രമേ പൂർണ്ണചിത്രം ലഭ്യമാകൂ. അതേസമയം തിരഞ്ഞെടുപ്പ് ദിനമായ ഇന്ന് കനത്ത സുരക്ഷയ്ക്കിടയിലും ഭീകരാക്രമണത്തിൽ 5 പോലീസുകാരും 2 കുട്ടികളും ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്നും 2023-24 വർഷത്തിലെ യഥാർത്ഥ GDP വളർച്ച 7.3% ആയിരിക്കുമെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. പുതിയ ഇന്ത്യയിൽ വികസനവും വിശ്വാസവും ഒരേപോലെ കാണാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മീയ നേതാവും ഗൌഡിയ മിഷൻ സ്ഥാപകനുമായ ശ്രീല പ്രഭുപാദയുടെ 150-ാം ജന്മവാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈഷ്ണവ ദർശനങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ പ്രഭുപാദ നിസ്തൂലമായ പങ്ക് വഹിച്ചിരുന്നതായും ശ്രീ മോദി പറഞ്ഞു. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും ഇടത് ജനപ്രതിനിധികളും ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം നടത്തി. രാജ്യത്തിന്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കാനാണ് സമരമെന്നും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നുകയറുന്ന രീതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സീതാറാം യെച്ചൂരി, ഡി രാജ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. കേരള ഹൌസിൽ നിന്ന് പ്രകടനമായാണ് ജന്തർ മന്ദറിലേക്ക് നേതാക്കൾ എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, DMK നേതാവും തമിഴ്നാട് മന്ത്രിയുമായ പളനിവേൽ ത്യാഗരാജൻ, ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ സമരവേദിയിൽ പിന്തുണ അറിയിക്കാനെത്തി. കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് എല്ലാം കാരണം കേന്ദ്ര അവഗണനയാണെന്ന് പ്രചരിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും മറച്ചുവെക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഡൽഹി സമരത്തിന് പോകാത്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യതലസ്ഥാനം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. GST വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ധനമന്ത്രി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആരോപണമുയർത്തി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ നാളെ തുടക്കമാകും. ആകെ 24 സ്ഥലങ്ങളിൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഫൈനലിൽ ആതിഥേയരായ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യൻ സംഘം തോൽപ്പിച്ചത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലും ഇരു ടീമുകളും തുല്യ ഗോൾ നേടിയതിനാൽ കോയിൻ ടോസിലൂടെയാണ് മത്സരഫലം നിശ്ചയിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 43.5 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുത്തിട്ടുണ്ട്. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറേനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹാജരാകാൻ കോൺഗ്രസ് MP ധീരജ് സാഹുവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. സൊറേന്റെ ഡൽഹി വസതിയിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി പിടിച്ചെടുത്ത ആഡംബര കാർ ധീരജ് സാഹു നൽകിയതാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇന്ന് സമൻസ് അയച്ചത്. 21ാമത് കന്നുകാലി സെൻസസ് ഈ വർഷം നടക്കും. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മൊബൈൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പങ്കാളിത്തത്തോടെയാകും സെൻസസ് പൂർത്തിയാക്കുക. രാജ്യത്ത് കൽക്കരി മേഖല കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉയർന്ന വളർച്ചാ നിരക്കായ 10.6% രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയം പ്രസിദ്ധീകരിച്ച രാജ്യത്തെ 8 സുപ്രധാന വ്യവസായങ്ങളുടെ സൂചികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന PMFBYയുടെ കീഴിലുള്ള LMS കൃഷി രക്ഷക് പോർട്ടൽ, ഹെൽപ്പ് ലൈൻ, സാർത്തി സാരംഭ് എന്നിവ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംരംഭങ്ങളിലൂടെ വിള ഇൻഷുറൻസ് എടുത്ത കർഷകർക്ക് പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.